ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പലർക്കും തൊഴിൽ ദിനം എത്ര ആയി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ ആവശ്യമായി വരുന്നുണ്ട്. അതായത് 100 തൊഴിൽ ദിനത്തോട് അടുത്തത് കൊണ്ട് തന്നെ ഇനി എത്ര തൊഴിൽ ദിനം എടുക്കാനുണ്ട് എന്ന് അറിയേണ്ടത് എല്ലാ തൊഴിലാളികളുടെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരുടെയും ജോബ് കാർഡ് ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പലർക്കും ആഗ്രഹം ഉണ്ടാവും. എത്ര തൊഴിലെടുത്ത് ഇനി 100നോട് എത്ര ഉണ്ട് എന്നൊക്കെ അറിയാൻ. അപ്പോൾ അതെങ്ങനെ നോക്കാമെന്നും മാറ്റുമാരുടെ കൂലി, അതായത് പല പഞ്ചായത്തു നിന്നും മാറ്റുമാരുടെ കൂലി ചെയ്യുന്നില്ല, മസ്റ്റോട് ഫില്ല് ചെയ്തിട്ടില്ല എന്നൊക്കെ പലരും എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അതും എങ്ങനെ നോക്കാം എന്നുള്ള കാര്യം കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് ഫസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ NREGA സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ എടുത്തിട്ട് നിങ്ങളുടെ ഫോണിലൊക്കെ ഇത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോണിൽ ഗൂഗിളിൽ NREGA സ്റ്റേറ്റ് ഇതിൽ കാണുന്ന മാതിരി തന്നെ സെർച്ച് ചെയ്യുക. ഇതിൽ ഏറ്റവും മുകളിൽ കാണിക്കുന്ന അൺടൈറ്റിൽഡ്, അതിൽ ഏറ്റവും ഫസ്റ്റ് വരിക അൺടൈറ്റിൽഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അൺടൈറ്റിൽഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങളുടെ സ്റ്റേറ്റ് വരും. അത് കേരള എന്നുള്ളത് 3ാമത്തെ റോയിലാണ് വരുന്നത്. അപ്പോൾ കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി തൊട്ട് നിങ്ങളുടെ ജില്ല ഏതാണോ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഇടത്തെ സൈഡിലാണ് വരിക സ്ക്രീനിൻ്റെ. അപ്പം ഇടത്തെ സൈഡിൽ നിങ്ങളുടെ ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ജില്ല സെലക്ട് ചെയ്ത് കൊടുത്താൽ അടുത്തത് നിങ്ങളുടെ ബ്ലോക്കാണ് കാണിക്കുക. അതിൽ കുറേ കാണിക്കും. അത് ഇടത്തെ സൈഡിൽ ഇടത്തെ സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ പഞ്ചായത്തും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പഞ്ചായത്തിൽ അതേ ബ്ലോക്കും ജില്ലയൊക്കെ കാണിച്ച് അതേ സ്ഥലത്താണ് വരിക. അപ്പോൾ അതിൽ നിങ്ങളെ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ഏറ്റവും താഴോട്ട് പോയാൽ രജിസ്റ്റേഴ്സ് കാണാം. അതിൽ വർക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് മാറ്റുമാരെ കൂലി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കേണ്ടത്. അതായത് മാറ്റുമാരെ കൂലി മസ്റ്റോൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. അതിൽ നിങ്ങൾ വർക്ക് കോഡ്, നിങ്ങൾ പണിയെടുത്ത വർക്ക് കോഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റുണ്ടാവും. ആ വർക്ക് കോഡ് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ എല്ലാ വർക്കും ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ വർക്ക് കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ വർക്ക് കോഡ് സെലക്ട് ചെയ്ത് കൊടുത്ത് ആ വർക്ക് കോഡിൽ എത്ര പൈസ കൊടുത്തെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പോൾ അതിൽ സ്കിൽഡ്, സെമി സ്കിൽഡ്, മസ്റ്റോൾ എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ പണിയെടുത്ത് സ്കിൽഡിൻ്റെ മസ്റ്റോൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേജ് ലിസ്റ്റ് നമ്പർ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വേജ് ലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ മസ്റ്റോൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരെന്തായാലും FTO ഒക്കെ ആക്കും. അപ്പം അതുകൊണ്ട് ആ കാര്യം നോക്കുക. അതായത് നിങ്ങളുടെ മസ്റ്റോൾ ഇതിൽ സെമി സ്കിൽഡ് മസ്റ്റോൾ ഡീറ്റെയിൽസ് എന്നുള്ളതിൻ്റെ സ്കിൽഡിൻ്റെ മസ്റ്റോൾ നമ്പർ വന്നിട്ടുണ്ടോ, അവിടെ നിങ്ങളുടെ സ്കിൽഡിൻ്റെ മസ്റ്റോൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് നോക്കുക. നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് തൊഴിൽ ദിനത്തിൻ്റെ കാര്യമാണ് അറിയേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ബാക്ക് അടിച്ചാൽ ഇതേ നിങ്ങൾ വർക്ക് രജിസ്റ്റർ എടുത്ത് അതേ സ്ഥലത്തേക്ക് തന്നെ ഒന്നുകൂടി പോവുക. അവിടെ പോയാൽ ഏറ്റവും ഫസ്റ്റായിട്ട് വരുന്ന ജോബ് കാർഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും മുകളിലായിട്ട് വരിക. ഇത് R6 ആണ് നമ്മളിപ്പോൾ എടുത്തത്. R1ലാണ് ഉണ്ടാവുക. R1 ജോബ് കാർഡ് ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്നതിൽ 4ാമത്തെ ജോബ് കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ജോബ് കാർഡ് ആൻഡ് രജിസ്റ്റേഴ്സിൽ 4ാമത്തെ ജോബ് കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാ തൊഴിൽ കാർഡ് നമ്പറും അവിടെ ലിസ്റ്റ് ചെയ്യും. എല്ലാവരുടെ തൊഴിൽ കാർഡ് നമ്പറും അതിൽ ലിസ്റ്റ് ചെയ്യും. അതിൽ നിങ്ങളുടെ ഏത് തൊഴിൽ കാർഡ് നമ്പറാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് മുകളിൽ 3 ഡോട്ട് കാണിക്കും. ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് അടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഏത് വാർഡിലാണോ വാർഡും തൊഴിൽ കാർഡ് നമ്പർ അടിച്ചു കൊടുത്താൽ മതി. മറ്റേ നമ്പറുകളൊന്നും അടിക്കണ്ട. നിങ്ങൾ ഒന്നിൽ 136 ഒന്നിൽ 136 എന്നുള്ള കാര്യം മാത്രം അടിച്ചാൽ മതി. പിന്നെ അതിൽ നിങ്ങൾ അടിച്ചാൽ ഏറ്റവും താഴോട്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ പണിയെടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഏറ്റവും അടിയിലായിട്ട് നിങ്ങളുടെ എത്ര തൊഴിൽ ദിനം എടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അപ്പം അത് മാത്രം നോക്കുക. ഇവിടെ പേരൊന്നും
ഇതിൽ വീഡിയോയിൽ കാണിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കും നിങ്ങൾ എത്ര തൊഴിൽ ദിനം ഈ വർഷം എടുത്ത്, എത്ര തൊഴിൽ ദിനം, എത്ര പൈസ നിങ്ങൾ അക്കൗണ്ടിലേക്ക് കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കാണിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.